കുറേ നാളുകളായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് കേട്ടോ. ഞാനും ആയും ഏട്ടനും കൂടിയിട്ട് ആയുവിന് ആധാർ കാർഡ് എടുക്കാനായിട്ട് പോവാണ്. സാധാരണ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ആധാർ കാർഡ് എടുക്കുന്ന ഒരു 4-5 വയസ്സുകളിലൊക്കെ ആയിരിക്കും. സ്കൂളിൽ ചേർക്കാറാകുമ്പോൾ അല്ലെങ്കിൽ അംഗൻവാടിയിലൊക്കെ ചേർക്കാറാകുമ്പോഴായിരിക്കും ആധാർ ആധാർ കാർഡിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുക. കാരണം അപ്പോഴേ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ആയുവിന് നമ്മൾ നേരത്തെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ന്യൂ ബോൺസിന് വരെ ആധാർ കാർഡ് എടുത്ത് വെക്കണം എന്ന് ന്യൂസിൽ പറയണ കേട്ടായിരുന്നു. അറിയില്ല അത് എത്രത്തോളം നിലവിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കേട്ടായിരുന്നു ന്യൂസിൽ ന്യൂ ബോൺസിന് വരെ തുടങ്ങി ആധാർ കാർഡ് എടുത്ത് വെക്കണം എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ കുറച്ച് പേടിച്ച് ആയിനെയും കൊണ്ട് പോയത് അക്ഷയയിൽ ചെന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ വലിയവർക്ക് പോലും ആധാർ കാർഡ് എടുക്കുമ്പോൾ എന്തൊക്കെ വേണം, നമ്മൾ തമ്പ് ഇംപ്രഷൻ വെക്കണം, അതുപോലെ കയ്യിൽ കണ്ണിൽ ഒരു മെഷീൻ വെച്ചിട്ട് കണ്ണിൻ്റെ ഇതെടുക്കുന്നത്. അപ്പോൾ ആയുവിനെ കൊണ്ട് പോകുമ്പോൾ അതൊക്കെ ഒക്കെ ചെയ്യിക്കാൻ സമ്മതിക്കുമോ എന്ന് നമുക്കറിയില്ലല്ലോ. കുറച്ച് പേടിച്ച് നമ്മൾ പോയത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കാറിൻ്റെ മിററും ഇതൊക്കെ വലിച്ചെടുക്കാറുണ്ട്. കുറച്ച് പാടുപെട്ട കാറിൽ നിന്ന് ഇറക്കിയത്. കാറിൽ നിന്ന് ഇറങ്ങി അക്ഷയയിൽ കയറി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആധാർ കാർഡ് എടുക്കുമ്പോൾ വേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആധാർ കാർഡ് വേണം. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും വേണം. ഒറിജിനൽ ആയിരിക്കണേ. ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റും വേണം. അക്ഷയയിൽ കയറി കഴിഞ്ഞപ്പോൾ ആകെ മാറി. കരയാൻ തുടങ്ങി, സങ്കടം വന്നു തുടങ്ങി, ഇരിക്കൂല. അവിടെ ഇരുന്ന് ആൾ തന്നെ ഇരുന്ന് ഫോട്ടോ എടുക്കണം, ആളുടെ ഫോട്ടോ. എന്നാലാണ് ആധാർ കാർഡിൻ്റെ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആൾ എൻ്റെ മേത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞ് പുറത്ത് കൊണ്ടുപോയി ഓരോന്നും കാണിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കൂളായി വന്നു. എന്നാലും ഇരിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആള്. കുറച്ച് വാശിയൊക്കെ ആയിരുന്നു. ഞങ്ങൾക്കൊരു പേടി തോന്നി, ഇനി സമ്മതിക്കോ, ചെയ്യാൻ പറ്റുമോ. കാരണം ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യം വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും പറഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. പിന്നെ രണ്ടാമത് വന്നതാണിത്. അപ്പോൾ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാണ്. പുറത്തിറക്കി കഴിഞ്ഞാൽ ആൾ കൂളാണ്, ഓടി നടന്നോളും. പക്ഷെ അകത്തോട്ട് നമ്മൾ കാര്യത്തിന് കയറ്റി കഴിഞ്ഞാൽ ആൾ വരില്ല. പിന്നെ പോവാന്നും പറഞ്ഞ് കാറിൻ്റെ അടുത്ത് കയറല്, വീട്ടിൽ പോവാം എന്നും പറഞ്ഞുള്ള നിൽക്കാണ്. വീട്ടിൽ പോവാന്നും പറഞ്ഞ് കാറിൻ്റെ അടുത്ത് തന്നെ നിൽക്കാണ് ആള്. എന്ത് ചെയ്താൽ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓരോന്നും പറഞ്ഞ് നമ്മൾ വിളിച്ച് കൊണ്ടുവന്നിരുത്തി. പിന്നെ ഞാൻ പേടിച്ച പോലെ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ അഡൽറ്റിന് അല്ലെങ്കിൽ വലിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കണ പോലെ തമ്പ് ഇംപ്രഷനൊന്നും വേണ്ടി വന്നില്ല. അതുപോലെ കണ്ണിലിങ്ങനെ വെച്ചിട്ടുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് എന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. പിന്നെ അവിടെയുള്ള മെഷീനും കാര്യങ്ങളൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ ഒന്ന് ഇരുത്തി ഒരു ഫോട്ടോ ഒപ്പിച്ച്. അതാണ് ആ കാണുന്നത്. കസേരയിൽ ഇരുന്നിട്ട് പിന്നെ അവിടെയുള്ള ചേച്ചിമാരോടൊക്കെ സംസാരിച്ച് ആളൊന്ന് കൂളായി വന്നപ്പോൾ ഒരു ഫോട്ടോ കിട്ടി. ഒരു 3-4 പ്രാവശ്യമൊക്കെ നോക്കിയപ്പോൾ പിന്നെ ഏട്ടാ കിട്ടിയത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്നെ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ എടുക്കണം എന്നുണ്ട്. പക്ഷെ കുഞ്ഞിങ്ങനെ ഇരിക്കുമോ, തമ്പും പ്രശ്നം കൊടുക്കുമോ, അല്ലെങ്കിൽ കണ്ണിൽ ആ സംഭവമൊക്കെ വെക്കുമ്പോൾ കുഴപ്പമുണ്ടാക്കുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഫോട്ടോ മാത്രം കിട്ടിയാൽ മതി. ഇരുന്ന് ഒരു ഫോട്ടോ, നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഫോട്ടോ മാത്രം കിട്ടിയാൽ മതി കേട്ടോ. അപ്പം ആ ഫോട്ടോൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫാദറിൻ്റെ ആധാർ കാർഡും കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും മാത്രമേ അതിന് ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആധാർ കാർഡൊക്കെ എടുത്ത് വീട്ടിൽ പോവാണ് കേട്ടോ.